US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജപ്പാൻ, ദക്ഷിണ കൊറിയ, ഇന്ത്യ, ഇസ്രായേൽ തുടങ്ങിയ സഖ്യകക്ഷികൾക്കും പങ്കാളികൾക്കും മേൽ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ശിക്ഷാ തീരുവകൾ ചുമത്തുമ്പോൾ റഷ്യയ്ക്കും അതുപോലെ പുടിന്റെ സഖ്യകക്ഷിയായ ഉത്തര കൊറിയയ്ക്ക് മേൽ തീരുവകളൊന്നും ചുമത്തിയിട്ടില്ല. റഷ്യയും ഉത്തര കൊറിയയും ഒഴിവാക്കി ഇറാനെ എളുപ്പത്തിൽ രക്ഷപ്പെടാനും അനുവദിച്ചിട്ടുണ്ട്. 34% തീരുവ ചുമത്തിയ ചൈന ഒഴികെ ഏറ്റവും ഉയർന്ന തീരുവ ചുമത്തിയ മിക്കവാറും എല്ലാ രാജ്യങ്ങളും അമേരിക്കയുടെ പ്രധാന സഖ്യകക്ഷികളും പങ്കാളികളുമൊക്കെയാണ്. ഇന്ത്യക്ക് 26%, ദക്ഷിണ കൊറിയയ്ക്ക് 25%, ജപ്പാന് 24%, തായ്വാന് 32% തീരുവ ചുമത്തി ട്രംപ് ആഞ്ഞടിച്ചതായി വൈറ്റ് ഹൌസ് എക്സിൽ നടത്തിയ പ്രസ്താവനയിൽ പറയുന്നു. അതേസമയം റഷ്യ, ഉത്തര കൊറിയ, ബെലാറൂസ് എന്നിവിടങ്ങളിൽ ട്രംപ് യാതൊരു താരിഫും ഏർപ്പെടുത്തിയിട്ടില്ല. അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷികളിൽ ഒന്നായ ഇസ്രായേലിന് 17% താരിഫ് ഏർപ്പെടുത്തിയപ്പോൾ ഇസ്രായേലിന്റെ മുഖ്യ ശത്രുവായ ഇറാന് വെറും 10% താരിഫ് മാത്രമാണ് ട്രംപ് ചുമത്തിയത്. റെസിപ്രോക്കൽ താരിഫ്, അതായത് പരസ്പര താരിഫുകൾ എന്ന് വിളിക്കപ്പെടുന്നവ നടപ്പിലാക്കുന്നതിലൂടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സഖ്യകക്ഷികളെ ശിക്ഷിക്കുകയും എതിരാളികളെ ഒഴിവാക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത പിന്തുടരുന്നു എന്ന ചുരുക്കം. ഈ ഒരു നീക്കം ട്രംപിന്റെ 2ാം ടേമിലെ വിദേശ നയവുമായി പൊരുത്തപ്പെടുന്നു. സഖ്യകക്ഷികളെ ആവർത്തിച്ച് ലക്ഷ്യം വെക്കുന്നു, അധിനിവേശ ഭീഷണി മുഴക്കുന്നു, ശിക്ഷാപരമായ സാമ്പത്തിക നയങ്ങൾ ഉപയോഗിച്ച് വെട്ടിലാക്കുന്നു, അങ്ങനെ നിരവധി. എന്നാൽ എതിരാളികളോട് നല്ല രീതിയിലാണ് പെരുമാറ്റം. 2ാം തവണ അധികാരത്തിലെത്തിയ ട്രംപ് US റഷ്യ ബന്ധത്തെ ആദ്യം തകർക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ തകർത്തു. ഇപ്പോഴിതാ റഷ്യയെ ഒരു ശത്രുവിൽ നിന്ന് സഖ്യകക്ഷിയാക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. റഷ്യൻ നേതാവ് വ്ളാഡിമിർ പുടിനുമായി അദ്ദേഹം എപ്പോഴും സൗഹൃദത്തിലായിരുന്നുവെങ്കിലും 2ാം തവണയും ആ ഒരു ബന്ധം ഈ താരിഫ് ഒഴിവാക്കൽ നീക്കത്തിലൂടെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചുവെന്ന് വേണം പറയാൻ. അതേസമയം പുടിൻ പാശ്ചാത്യ ലോകത്തിനെതിരെയുള്ള ആക്രമണത്തിൽ, പ്രത്യേകിച്ച് യുക്രൈനിലെ യുദ്ധത്തിൽ ഇതുവരെ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഒരുങ്ങിയിട്ടില്ല. ഈ ആഴ്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു എല്ലാ US ഉൽപ്പന്നങ്ങൾക്കുമുള്ള എല്ലാ തീരുവകളും പൂർണ്ണമായും പിൻവലിച്ചു. ഈ സമാധാന നടപടി ട്രംപിന്റെ വ്യാപാര യുദ്ധത്തിൽ നിന്ന് രക്ഷിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ട്രംപ് ഇസ്രായേലിന്മേൽ തീരുവ ചുമത്തുക മാത്രമല്ല, അമേരിക്കയെ തങ്ങളുടെ പ്രധാന ശത്രുവായി കണക്കാക്കുകയും നിരവധി US വിരുദ്ധ, ഇസ്രായേൽ വിരുദ്ധ ഭീകര ഗ്രൂപ്പുകളെ സ്പോൺസർ ചെയ്യുകയും ചെയ്യുന്ന ഇറാനേക്കാൾ ഉയർന്ന തീരുവ ചുമത്തുകയും ചെയ്തു. ഇതിനകം തന്നെ ഉപരോധങ്ങൾക്ക് വിധേയമായ റഷ്യയ്ക്കും മറ്റ് എതിരാളികൾക്കും മേലുള്ള തീരുവകൾ ഇല്ലെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. റഷ്യ ഈ പട്ടികയിലില്ല, കാരണം യുക്രൈൻ യുദ്ധത്തിലെ ഉപരോധങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം ഇതിനകം ഇല്ലാതാക്കിയിരിക്കുന്നുവെന്നും വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. എന്നിരുന്നാലും യുദ്ധം തകർത്ത യുക്രൈനിന് 10% തീരുവ ചുമത്തുന്നതിൽ നിന്ന് അമേരിക്കയെ തടഞ്ഞില്ല. എന്തായാലും യാഥാർത്ഥ്യം ഇതാണ്: അമേരിക്കയ്ക്ക് ഇപ്പോഴും റഷ്യ, ഇറാൻ, ഉത്തര കൊറിയ എന്നിവയുമായി വ്യാപാരമുണ്ട്. എന്നാൽ അത്തരം വ്യാപാരം അളവിലും മൂല്യത്തിലും വളരെ കുറവാണ്.